ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഞങ്ങളുടെ റമദാൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റംസൂനും മറൂസിനും എക്സാം ഉണ്ട്, റൈഹുനില്ല. അപ്പോൾ അതാ മോൻ എക്സാമിന് വേണ്ടി സ്കൂളിലേക്ക് പോയി. മോള് വെയിറ്റിംഗ് ആണ് ഹംദ വരാനായിട്ട്. അപ്പോൾ ഹംദയുടെ കൂടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്കൂട്ടിയിലായതുകൊണ്ട്. ഞാൻ വിളിക്കാൻ പോകാനോ കൊണ്ടാക്കാനോ പറയും വേണ്ട, ഞാൻ ഹംദ താത്തിയുടെ കൂടെ സ്കൂട്ടി പൊയ്ക്കോളാം എന്ന് പറയും. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ വന്ന് അവരുടെ കൂടെ പോയി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും റൈഹും കൂടെ ഒന്ന് ജംഗ്ഷൻ വരെ പോകണമായിരുന്നു, കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനും ബാങ്കിലൊക്കെ പോകണമായിരുന്നു. അങ്ങനെ ഞാനും മോനും കൂടെ താഴെ വാപ്പാടെ അവിടെ പോയിട്ടാണ് പോയത്. നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോയത്, അല്ല നടന്നു പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോഴത്തേക്ക് റംസൂൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് കയറി വന്നത്. പിന്നെ ഞങ്ങൾ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മോളെയും ഹംദയുടെ ഉമ്മച്ചി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വൈകിട്ട് അടുക്കളയിലോട്ട് കയറി. ഞാൻ മലക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 50 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ചത്, തോനെയൊന്നും വാങ്ങിക്കാനൊന്നുമില്ല. അതിനകത്ത് എന്തൊക്കെ കിട്ടിയോ അതെല്ലാം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തക്കാളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്, സാമ്പാർ പരിപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 2 വിസിൽ കേൾപ്പിച്ചു. ഇന്നത്തെ സ്നാക്സിന് കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഹംദ ട്യൂഷന് വന്നിട്ടുണ്ടായിരുന്നു, ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം TV കാണുകയാണ്. പിന്നെ കോളിഫ്ലവറിനകത്ത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദാമാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് അല്ലാതെ നമുക്ക് മുക്കി വേണമെങ്കിലും പൊഴിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ സാധാ ഇതേപോലെ ചെയ്യാണ്, മുക്കി പൊഴിക്കാനൊന്നും നിന്നില്ല. എന്നിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ അടിപൊളി നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡിയായിട്ട് കിട്ടി. ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങയും കൊച്ചുള്ളി, ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുക്കുക, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അത് നമ്മുടെ ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു പാത്രം വെച്ചിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. താളിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി വന്നതിനകത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി നമ്മുടെ വെള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സാമ്പാറും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഇഫ്താർ ഡ്രിങ്കിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 4 പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 വലിയ ക്യാരറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. നല്ല അരഞ്ഞ് കിട്ടണം. അതിലേക്ക് കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തോനെ കട്ടിയാവാത്തതുകൊണ്ടാണ് കേട്ടോ ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്ത്. പിന്നെ വാനില ഐസ്ക്രീമും വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ക്യാരറ്റ് ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായിട്ട് കിട്ടും. അടിപൊളി ദോശയൊക്കെ ചുട്ട് പിന്നെ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ച്
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.